ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 3ാം ക്ലാസ്സിലുള്ള പാർട്ട് 1 ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലോട്ട് പോവാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ടെൻഡർ ടച്ച്. ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ മൃദുസ്പർശം. ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തൊടുക അല്ലേ, സ്പർശിക്കുക. ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ മൃദുസ്പർശം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ താഴെ മദർ തെരേസയുടെ ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നിങ്ങളുടെ കൈകൾ നിങ്ങൾ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൽകൂ, അതുപോലെ നിങ്ങളുടെ ഹൃദയം സ്നേഹിക്കുവാനും. അപ്പം മദർ തെരേസ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ യൂണിറ്റിലോട്ട് പോവാം. എ സണ്ണി മോർണിംഗ്. സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള എന്നാണ് കേട്ടോ. എ സണ്ണി മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം. പ്രഭാതം എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലേ. എ സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള ഒരു പ്രഭാതം. The morning sun peeped through the window. The morning sun. പ്രഭാത സൂര്യൻ എന്താ ചെയ്യുന്നത്? പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. എന്തിലൂടെ? ത്രൂ ദി വിൻഡോ. വിൻഡോയിലൂടെ, ജനലിലൂടെ എത്തി നോക്കുവാണ്. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. നേരം വൈകി മോളെ എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ വിളിക്കുന്നുണ്ട് സാഷയെ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. വേറെ ആരുമല്ല. ആരാ വിളിക്കുന്നത്? മദർ, അമ്മയാണ്. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. മൃദുവായൊരു ശബ്ദത്തിൽ അമ്മ സാഷയെ വിളിക്കുവാണ് എണീക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. അവള് പകുതി ഉറക്കത്തിലായിരുന്നു. ഹോ അമ്മ ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. ഹോ അമ്മ ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ. നോ ഡിയർ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. വേണ്ട മോളെ, ഓൾറെഡി എന്താണ്? നേരം വൈകിയിട്ടുണ്ട്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹിയർ. മദർ കെയിം, അമ്മ വന്നിട്ട്, ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല തട്ടി വിളിക്കില്ലേ, അതിനെയാണ്. അടിക്കുകയല്ല, നമ്മൾ സ്നേഹത്തോടെ തട്ടി വിളിക്കില്ല, അതിനെയാണ് പാറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. അവൾ വിളിച്ചു. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. സാഷ കട്ടിലിൽ നിന്ന് അല്ലേ, ബെഡിൽ നിന്ന് എണീറ്റു. എന്താ ചെയ്യുന്നത്? റബ്ബിങ് ഹെയർ ഐസ്. റബ്ബിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് തിരുമ്മിങ് കേട്ടോ. റബ്ബിങ് ഹെയർ ഐസ്. അവൾ കണ്ണ് തിരുമ്മിങ് കൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റു. വാട്ട്സ് ദാറ്റ് സ്മെൽ? എന്താണൊരു സ്മെൽ? ലവ്ലി, ബ്യൂട്ടിഫുൾ, നല്ല രസമുള്ളൊരു സ്മെൽ. എന്താണ്? ഷീ ടുക്ക് എ ഡീപ് ബ്രീത്ത്. എന്താണ്? അവളൊരു ശ്വാസം എടുക്കുകയാണ് അല്ലേ. എന്താണ് ഡീപ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ? അവളൊരു ദീർഘശ്വാസം എടുക്കുകയാണ്. ആ സ്മെല്ല് എന്താണെന്ന് അറിയാനുള്ളൊരു ശ്വാസം അവൾ എടുത്തു. ഷീ റഷ്ഡ് ടു ദി കിച്ചൺ. അവൾ റഷ്ഡ്, പെട്ടെന്ന് അവൾ സ്പീഡിൽ എവിടേക്ക് പോയി? കിച്ചണിലേക്ക് പോയി. മദർ ഫോളോഡ് ഹെയർ. അമ്മയോ അവളെ ഫോളോ ചെയ്ത്, അവളുടെ പിന്നാലെ അമ്മയും പോയി. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഘുകടി അല്ലേ, പലഹാരം. സ്നാക്ക്, ലഘുകടി. ഫാദർ വാസ് ബിസി ഇൻ ദി കിച്ചൺ. അച്ഛൻ എവിടെ തിരക്കിലായിരുന്നു? അടുക്കളയിൽ നല്ല തിരക്കിലായിരുന്നു. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി ഹി സെഡ്. സാഷയെ കണ്ടപ്പോൾ അച്ഛൻ എന്ത് പറയാണ്? സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി. നിന്റെ ഇഷ്ടപ്പെട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അമ്മ ഷോൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അമ്മയോട് ചോദിക്കുകയാണ്, ഷോൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? ആ സ്നാക്സ് ഞാൻ കുറച്ചെണ്ണം സ്കൂളിലോട്ട് എടുത്തോട്ടെ? സാഷ ആസ്ക്ഡ്. അവൾ ചോദിച്ചു. ഷുവർ ഡിയർ, തീർച്ചയായും. ഗോ ആൻഡ് ഗെറ്റ് റെഡി. നീ പോയിട്ട് വേഗം റെഡി ആവാൻ നോക്കൂ. മദർ സെഡ്. അമ്മ പറഞ്ഞു. ഷീ വെന്റ് ടു ദി വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. ഷീ വെന്റ് ടു ദി വാഷ്റൂം. അവൾ വാഷ്റൂമിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഹമ്മിങ് എ ട്യൂൺ. ഒരു ട്യൂൺ മൂളിക്കൊണ്ട്. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ മൂളിക്കൊണ്ട്. നമ്മളിങ്ങനെ പാട്ടൊക്കെ മൂളില്ല, അതുപോലെ ഒരു ട്യൂണ് മൂളിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. സാഷ ആർന്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ ഹെർ ഫ്രണ്ട്. സാഷ നീ റെഡി ആയില്ലേ? പെട്ടെന്നൊരു ചോദ്യം വരുവാണ്. ഇറ്റ് വാസ് നവീൻ. അതാരായിരുന്നു? നവീൻ, ഹെർ ഫ്രണ്ട്, അവളുടെ ഫ്രണ്ട് നവീനാണ് അത് ചോദിച്ചത്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്. അവൻ എവിടെ വെയിറ്റ് ചെയ്യുവാണ്? ഗേറ്റിൻ്റെ അടുത്ത് അവളെ വെയിറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്. ജസ്റ്റ് 5 minutes, ഒരു 5 മിനിറ്റ്. സാഷ ഹറീഡ് അപ്പ്. സാഷ എന്താണ്? സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹറീഡ് അപ്പ്, പെട്ടെന്ന് വേഗത്തിൽ തിരക്ക് പിടിച്ച് ധൃതിയിൽ എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അച്ഛൻ അവിടെ
കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം ദ സർപ്രൈസ്. സർപ്രൈസ് എല്ലാവർക്കും അറിയാലോ, ദി സർപ്രൈസ്. അപ്പം എന്താണ് സർപ്രൈസ് എന്ന് നമുക്ക് നോക്കാം. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും റീച്ച്ഡ് ദ സ്കൂൾ, സ്കൂളിലെത്തി. എപ്പോൾ? ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ബെല്ലടിക്കുന്നതിന് മുന്നേ തന്നെ സാഷയും നവീനും സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽ നൈസ്. വാട്ട് ഇസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. ഇറ്റ് സ്മെൽ നൈസ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ. എന്താ നിന്റെ ബാഗിൽ? നവീൻ ചോദിക്കുകയാണ്. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസ് ആണ്. വെയിറ്റ് ഫോർ എ വൈൽ. കുറച്ചു നേരം നീ വെയിറ്റ് ചെയ്യൂ, കാത്തിരിക്കൂ. സാഷ ടുക്ക് ഔട്ട് ദി ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. സാഷ ടുക്ക് ഔട്ട് ദി ടിഫിൻ ബോക്സ്. സാഷ ബാഗിൽ നിന്ന് എന്തെടുത്തു? ടിഫിൻ ബോക്സ് എടുത്തു. എന്നിട്ട് ആൻഡ് ഓപ്പൺ ഇറ്റ്. എന്നിട്ട് അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലൈംഡ്. വാവ്. അത് കണ്ടപ്പം നവീൻ എന്താണ്? എക്സ്ക്ലൈം ചെയ്യുകയാണ് അല്ലേ, ആക്രോശിക്കുകയാണ്. വാവ്, ഉണ്ണിയപ്പം. ഓൾ ദി ചിൽഡ്രൻ റഷ്ഡ് ടുവാർഡ്സ് സാഷ. എല്ലാ കുട്ടികളും ആ സമയത്ത് എന്തായി? തിരക്ക് കൂട്ടിയിട്ട് സാഷയുടെ അടുത്തെത്തി. കാരണം എന്താണ്? തുറന്നപ്പം ഉണ്ണിയപ്പമാണ്. അപ്പം അതിൻ്റെ സ്മെല്ല് ക്ലാസ്സിലൊക്കെ പരന്നിട്ടുണ്ടായിരിക്കും. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ, നവീൻ സെഡ്. വെയിറ്റ്, ഡോണ്ട് റഷ്. വെയിറ്റ്, നിൽക്കൂ, ആരും തിരക്ക് കൂട്ടണ്ട. ദർ ഈസ് ഇനഫ് ഫോർ എവരി വൺ, എല്ലാവർക്കും ഉള്ളത് ഉണ്ട്, നവീൻ പറയുകയാണ്. അറ്റ് ദാറ്റ് മൊമെന്റ്, ആ ഒരു നിമിഷം, സമ്മൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആരോ വിൻഡോയുടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹേ, ഹൂ ഈസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. ആ സമയത്ത് ജനലിൻ്റെ അവിടെ ആരോ വന്നിട്ടുണ്ട്, ആരോ സാഷ കണ്ടിട്ടുണ്ട്. ഹേ, ഹൂ ഈസ് ദാറ്റ്? അതാരാണ്? സാഷ ആസ്ക്ഡ്. സാക്ഷ ചോദിക്കുകയാണ്. സാഷ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് ക്ലാസ്സിൽ പുറത്തെടുത്തപ്പം കുട്ടികളൊക്കെ അവളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ ആ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം, എ ഗേൾ അറ്റ് ദ വിൻഡോ. എ ഗേൾ അറ്റ് ദി വിൻഡോ. അവർ ഒരു പെൺകുട്ടി ആ വിൻഡോയുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചിട്ടാണ്. നവീൻ ലുക്ക്ഡ് അറ്റ് ദി വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനലയ്ക്ക് അരികിലേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവർ, ഹി സെഡ്. ഐ ഹാവ് സീൻ ഹെർ സംവർ. ഞാൻ ഇവളെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, ഹി സെഡ്. അവൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. അവളെന്താണ്? ആ പെൺകുട്ടി എന്താണ്? അവരെ ആകാംക്ഷയോടെ, ഒരു ക്യൂരിയസ് ആയിട്ട് അവരെ നോക്കുകയാണ്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ മുടി എന്താണ്? കാറ്റിൽ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെ കാണുമ്പോൾ എങ്ങനെയാണ്? അവൾ വളരെ തളർന്നിട്ടുണ്ട്. വെരി ടയേർഡ് അല്ലേ, അവൾ വളരെ തളർന്നിട്ടുണ്ട്. സാഷ വെൻ ടു ദി വിൻഡോ. സാഷ എന്ത് ചെയ്തു? ജനലക്കരികിലേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദി ഗേൾ. അവൾ എന്ത് ചെയ്തു? ഒരു ഉണ്ണിയപ്പം ആ പെൺകുട്ടിക്ക് നേരെ നീട്ടി, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ പെൺകുട്ടി എന്താ ചെയ്തത്? അവൾ ആ ഒരു ഉണ്ണിയപ്പം, സാഷ കൊടുത്തിട്ടുള്ള ആ ഒരു ഉണ്ണിയപ്പം വാങ്ങാതെ അവൾ അവിടുന്ന് ഓടിപ്പോവുകയാണ്. സാഷാസ് ഐസ് ഫോളോവുഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ ആ പെൺകുട്ടി പോകുമ്പോൾ അവളെ തിരയുകയാണ്. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദി ബുഷസ്. പക്ഷെ എന്താണ്? ഡിസപ്പിയേർഡ് എന്താണ്? അപ്രത്യക്ഷമായി അല്ലേ. ആ ബുഷിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവൾ എന്തായി? ആ പെൺകുട്ടിയെ അപ്രത്യക്ഷമായി. വേർ ഡസ് ഷീ ലീവ്? സാഷ ആസ്ക്ഡ് നവീൻ. ആ പെൺകുട്ടി എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ് അവൾ താമസിക്കുന്നത്? സാഷ ആസ്ക്ഡ് നവീൻ. സാഷ നവീനോട് ചോദിക്കുകയാണോ? ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. സാഷ അത് ചോദിക്കുന്ന സമയത്ത് നവീൻ എന്താ ചെയ്യുന്നത്? എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവൻ ഒരു ഉണ്ണിയപ്പം കടിച്ചിട്ട് അത് എൻജോയ് ചെയ്തിട്ട് കഴിക്കുകയാണ്. ഐ ഡോണ്ട് നോ, ഹി സെഡ്. എനിക്കറിയില്ല, അവൻ പറഞ്ഞു. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. പുവർ ഗേൾ, പുവർ മീൻസ് പാവം, പാവം പെൺകുട്ടി. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, ടോൺ എന്ന് പറഞ്ഞാൽ കീറുക കേട്ടോ. അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്, സാഷ പറയുകയാണ്. ദ ഗേൾ കംസ് എഗെയിൻ. ആ പെൺകുട്ടി വീണ്ടും വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് can change a frown into a smile when you feel down. എന്താ പറയുന്നത്? നമ്മുടെ കൂട്ടുകാരല്ലേ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ഫ്രണ്ട്സിന് എന്താണ്? അവരുടെ ആ മുഖത്തുള്ള ചുളിവുകൾ അല്ലേ, ഫ്രോൺ എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുന്നതിനെയാണ്. അപ്പോൾ എന്താണ്? ആ മുഖത്തുള്ള ചുളിവുകൾ എന്താണ്? മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അത് ചിരിക്കുന്ന ഒരു മുഖമാക്കിയിട്ട് മാറ്റാൻ ആർക്ക് പറ്റും? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് പറ്റും എന്നാണ് പറയുന്നത്. മിസ് അനുപമ, ദ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദി ക്ലാസ്. മിസ് അനുപമ ആരാണ്? ദ ടീച്ചർ, അവരുടെ ടീച്ചറാണ്. വാസ് സിംഗിങ് എ സോങ് ഇൻ ദി ക്ലാസ്. ക്ലാസ്സിൽ ആ ടീച്ചർ എന്താണ്? ഒരു പാട്ട് പാടുകയാണ് അല്ലേ. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദി ഡോർ.
സഡൻലി പെട്ടെന്ന് സാഷ കണ്ടു. എന്ത് കണ്ടു? ദ ഗേൾ എഗൈൻ അറ്റ് ദി ഡോർ. ആ പെൺകുട്ടി വീണ്ടും വാതിലിനടുത്ത് വന്നത് ആര് കണ്ടു? സാഷ കണ്ടു. പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. എനിക്ക് തോന്നുന്നത് അവൾക്ക് ഇവിടേക്ക് വരണമെന്നാണ്. സാഷ മെർമേഡ്. മെർമേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെർമറിങ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. സാഷ സ്വയം പിറുപിറുക്കുകയാണ്. അങ്ങനെ പറയുകയാണ്, അവൾക്ക് സ്വയം ചിന്തിച്ച് പറയുകയാണ് അവൾക്ക് ക്ലാസ്സിലേക്ക് വരണമെന്ന് തോന്നുന്നു, അതായിരിക്കും ആ പെൺകുട്ടി വീണ്ടും വന്നതെന്നൊക്കെ ആര് പറയാണ്? സാഷ പറയുകയാണ്. ലിസൺ സെഡ് ദി ടീച്ചർ. ശ്രദ്ധിക്കൂ, ടീച്ചർ പെട്ടെന്ന് പറയുകയാണ്. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. ടീച്ചറുടെ ആ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. എ ലല്ലബായ്. ലല്ലബായ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരാട്ട് പാട്ടാണ്. എ ലല്ലബായ്. ലല്ലബായ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. ഓൺ ദി വേ ദേ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. ആഫ്റ്റർ സ്കൂൾ, സ്കൂളിന് ശേഷം, സ്കൂൾ കഴിഞ്ഞു അല്ലേ, സ്കൂളിന് ശേഷം സാഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. സാഷയും നവീനും കൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഓൺ ദി വേ, പോകുന്ന വഴിയിൽ ദേ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. പോകുന്ന വഴിയിൽ അവർ ഒരു പാട്ട് കേൾക്കുകയാണ്. ആരോ ഒരു പാട്ട് പാടുന്നത് അവർ കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്താണ്? മനസ്സിലാകും. യുവർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ. ഇവിടെ ട്രയൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. ആൻഡ് ലെൻഡ് എ ഹാൻഡ് എന്താണ്? എന്നിട്ട് അവർ നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ലെൻഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈസഹായം അവർ ചെയ്യും. നവീൻ, ഡു യു ഹിയർ ദി സോങ്? സാഷ ആസ്ക്ഡ്. നവീൻ, ഡു യു ഹിയർ ദി സോങ്? നവീൻ, നീ ഈ പാട്ട് കേട്ടിട്ടില്ലേ? സാഷ ആസ്ക്ഡ്. സാഷ ചോദിക്കുകയാണ്. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ തോട്ട് അസ് ടുഡേ. ഈ പാട്ടല്ലേ നമ്മുടെ ടീച്ചർ ഇന്ന് പാടിയത്? നവീൻ റിപ്ലൈഡ്. ബട്ട് ഹൂ ഈസ് സിംഗിങ്? പക്ഷേ ആരാ ഇത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വരൂ നമുക്ക് നോക്കാം. എന്നിട്ട് അവർ നടന്നു പോകുന്ന ആ ഒരു ചിത്രമൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എ പ്ലസൻറ്റ് സർപ്രൈസ്. എ പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ മാധുര്യമേറിയിട്ടുള്ള ഒരു സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും കൂടെ സ്പോട്ടഡ്, കണ്ടെത്തി ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ആ മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് അല്ലേ. ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദി സോങ്. ഷി വാസ് ക്രാഡ്ലിംഗ്. ക്രാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടിലിൽ ആട്ടുന്നതിനാണ് കേട്ടോ. ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ. ആരെയാണ്? ആ പെൺകുട്ടി അവളുടെ ചെറിയ അനിയനെ തൊട്ടിലിൽ ഇങ്ങനെ ഇട്ടിട്ട് ആട്ടുകയാണ്. സിംഗിങ് ദി സോങ് എങ്ങനെയാണ്? പാട്ട് പാടിക്കൊണ്ടാണ്. ആ പാട്ടാണ് ആര് കേട്ടത്? നവീനും സാഷയും കേട്ടത്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്? നവീൻ whispered to Sasha. How quickly has she learned the song? അവൾ എത്ര പെട്ടെന്നാണ് ഈ പാട്ട് പഠിച്ചത്? നവീൻ whispered to Sasha. നവീൻ മെല്ലെ സാഷയുടെ അടുത്ത് പറയാണ്. The girl saw them and smiled. The girl saw. പെൺകുട്ടി അവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? Smiled, ചിരിച്ചു. She tried to comb her dry hair with her fingers. She tried to comb her ഡ്രൈ ഹെയർ. അവൾ എന്ത് ചെയ്തു? അവൾ എന്തിനാണ് ട്രൈ ചെയ്യുന്നത്? അവളുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ വിരലുകൾ ഉപയോഗിച്ച് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. യു സിംഗ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രിഷിയേറ്റഡ് ഹെർ. യു സിംഗ് ബ്യൂട്ടിഫുള്ളി. നീ മനോഹരമായിട്ട് പാടുന്നുണ്ട്. നവീൻ എന്താണ്? അവളെ അപ്രിഷിയേറ്റ് ചെയ്യുവാണ്. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷ ആ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ ഓപ്പൺ ഹെർ ബാഗ്. അവളുടെ ബാഗ് തുറന്നിട്ട് ടുക്ക് ഔട്ട് എ ബുക്ക്. ഒരു പുസ്തകം എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അത് എന്ത് ബുക്കായിരുന്നു? ഒരു പിക്ചർ സ്റ്റോറിയുടെ ഒരു ബുക്കായിരുന്നു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇത് നിനക്കുള്ള സമ്മാനമാണ്. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹിയർ. സാഷ എന്ത് ചെയ്തു? അത് അവൾക്ക് കൊടുക്കുകയാണ്. ഹാൻഡഡ് ഇറ്റ് ഓവർ അല്ലേ, അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. പെൺകുട്ടി എന്താ ചെയ്യുന്നത്? ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അവളുടെ കയ്യിലെ അവളുടെ സ്കേർട്ടിൽ വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തുടയ്ക്കുകയാണ്. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ഒരു ചെറിയ ചിരിയോട് കൂടിയിട്ട് ആ പുസ്തകം റിസീവ് ചെയ്തു, സ്വീകരിച്ചു. കവിത, ഹു ഇസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. കവിത, ഹു ഇസ് ദർ? അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. കവിത, നീ എവിടെയാണ്? ഹെർ മദർ കോൾഡ് ഔട്ട്. അവളുടെ അമ്മ വിളിച്ചു ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ. നവീൻ ഹെറീഡ് ഹിയറിംഗ് ദി വോയിസ്. ലെറ്റ്സ് ഗോ. നവീൻ ഹെറീഡ്. വാ നമുക്ക് പോകാം. ഹിയറിംഗ് ദ വോയിസ്. കവിതയുടെ അമ്മയുടെ ആ ശബ്ദം കേട്ടപ്പോൾ നവീൻ സാഷിയോട് പറയാണ്, വാ നമുക്ക് പോവാം. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് ഇത് കവിതയുടെ കാര്യം നമ്മുടെ അനു ടീച്ചറോട് പറഞ്ഞാലോ?
ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ടീച്ചർ അവളെ ഹെൽപ്പ് ചെയ്യും, സാഷ സജസ്റ്റ് ചെയ്തു. സാഷ നവീനോട് പറയുകയാണ്. ദ സ്മൈൽ, ഒരു ചിരി, പുഞ്ചിരി അല്ലേ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്, ഒരു സ്കൂൾ അസംബ്ലി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫോർ എവേ. ലെറ്റ്സ് വെൽക്കം ഹിയർ. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫോർ എവേ. അവൾ ഒരുപാട് ദൂരെ നിന്നാണ്. അപ്പോൾ കവിത ഇവിടെയുള്ള കുട്ടിയൊന്നല്ല, പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലേ. ലെറ്റ്സ് വെൽക്കം ഹിയർ, നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ്ഡ് അല്ലേ, കവിതയെ അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദി സ്കൂൾ യൂണിഫോം. ഷീ കെയിം ഫോർവേഡ്, അവൾ മുന്നിലേക്ക് വരുവാണ്. ഡ്രസ്ഡ് ഇൻ ദി സ്കൂൾ യൂണിഫോം, എന്താണ് ധരിച്ചിരിക്കുന്നത്, സ്കൂളിലെ യൂണിഫോം ധരിച്ചിട്ട്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ, അവൾ എല്ലാവരെയും നോക്കിയിട്ട് എന്താണ്, ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദി സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, കവിതയുടെ പേരൻസിനെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഓൾ ദി ചിൽഡ്രൻ ക്ലാപ്ഡ്, എല്ലാ കുട്ടികളും അപ്പോൾ എന്ത് ചെയ്തു, ക്ലാപ്പ് ചെയ്തു. ഐ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ, ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ ആസ്. ഐ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ, ഞാൻ ആരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, നവീനെയും സാഷയെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുവാണ്, അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ ആസ്, അവരാണ് കവിതയെ നമ്മുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദി ഡയസ്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദി ഡയസ്. ഡയസ് എന്ന് പറഞ്ഞാൽ വേദി അല്ലേ. അപ്പോൾ അസംബ്ലി നടക്കുന്ന മുൻഭാഗത്തേക്ക് ആരെ വിളിക്കുകയാണ്, സാഷിയെയും നവീനെയും വിളിക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ് ചെയ്യാണ്, ക്ലാപ്പിങ്ങോട് കൂടിയിട്ട്, ക്ലാപ്പിംഗ് ഹാൻഡ്സ്, എല്ലാവരും ക്ലാപ്പ് ചെയ്തുകൊണ്ട്, ഹെഡ് മാസ്റ്ററും ക്ലാപ്പ് ചെയ്തുകൊണ്ട് എന്താണ്, സാഷിയെയും നവീനെയും എന്താണ്, ഡയസിലേക്ക് വിളിക്കുകയാണ്. ടിയേഴ്സ് ഓഫ് ജോയ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണുനീര് അല്ലേ. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ അവിടെ എന്താണ്, ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷ കണ്ണുനീർ. സാഷ ആൻഡ് നവീൻ മൂവ് ടുവാർഡ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും എന്ത് ചെയ്തു, അസംബ്ലിയുടെ വേദിയിലേക്ക് ഹെഡ് മാസ്റ്റർ വിളിച്ചപ്പോൾ എന്തായത്, മുന്നിലേക്ക് പോവുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, അവർക്ക് രണ്ടുപേർക്കും എന്താണ്, ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. എന്ത് ചെയ്തു, എല്ലാ കുട്ടികളും, അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാപ്പ് ചെയ്യുക. എല്ലാ കുട്ടികളും വീണ്ടും എന്ത് ചെയ്തു, കൈയടിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത എന്ത് ചെയ്തു, കവിത ലുക്ക്ഡ് അറ്റ്, നോക്കുകയാണ്, സാഷിയെയും നവീനെയും നോക്കുകയാണ്. ഹെർ ഐസ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ ബ്രൈറ്റൻ, തിളങ്ങുന്നുണ്ട്. എന്തുകൊണ്ട്, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. സാഷയെയും നവീനെയും നോക്കിയിട്ട് അവളുടെ കണ്ണിൽ നന്ദി കൊണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. കാരണം സാഷയും നവീനും കാരണമാണ് എന്ത്, കവിത സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അല്ലേ. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവരി മൈൻഡ്. അനു ടീച്ചേഴ്സ് സോങ്, അനു ടീച്ചറുടെ പാട്ട് എക്കോയിങ് ഇൻ എവരി മൈൻഡ്, എല്ലാ കുട്ടികളുടെയും മനസ്സിൽ എന്താണ്, ഇങ്ങനെ എക്കോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് അല്ലേ, അലയടിക്കുകയാണ്. The best of friends worth more than gold, give all the love a heart can hold. The best of friends worth more than gold. The best friends എന്താണ്, ഗോൾഡ് അല്ലേ, ഗോൾഡ് തങ്കത്തിനേക്കാളും വിലപ്പെട്ടതാണ്. ഗിവ് ഓൾ ദി ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്, എല്ലാവർക്കും എന്താണ്, സ്നേഹം കൊടുക്കൂ, അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കൂ. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്താണ്, സ്വർണത്തിനേക്കാൾ അല്ലെങ്കിൽ തങ്കത്തിനേക്കാളും വിലപ്പെട്ടതാണ് എന്നുള്ള കവിത എന്താണ്, കുട്ടികളുടെയൊക്കെ മനസ്സിലിങ്ങനെ അലയടിക്കുകയാണ് അല്ലേ, വരികയാണ്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ്, അനുപമ ടീച്ചർ മുന്നിലേക്ക് വന്നിട്ട് ആൻഡ് ഹഗ്ഡ് കവിത, കവിതയെ ഒന്ന് ഹഗ് ചെയ്യുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്. ദ ഗേൾ സ്മൈൽഡ്, എന്താണ്, പെൺകുട്ടി ചിരിക്കുകയാണ് അല്ലേ, കവിത ചിരിക്കുകയാണ്. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. ടൈനി എന്ന് പറഞ്ഞാൽ സ്മോൾ, ഡ്രോപ്പ് ഓഫ് ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുള്ളി, ഒരു ചെറിയ അല്ലെങ്കിൽ ടൈനി ചെറിയ ഒരു കണ്ണുനീർ തുള്ളി അല്ലേ. ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെയർ ഐസ്, എന്താണ്, ഗ്ലിറ്റേർഡ്, തിളങ്ങുകയാണ് എവിടെ, അവളുടെ കണ്ണിൽ അല്ലേ, കണ്ണിൻ്റെ ഒരു കോർണറിൽ ഒരു എന്താണ്, കുറച്ച് കണ്ണുനീർ തുള്ളികൾ എന്താണ്, തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, അവളുടെ സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും കടപ്പാടിൻ്റെയും ഒക്കെ ആ ഒരു ഇതാണ് അല്ലേ, സന്തോഷത്തിൻ്റെ ആ ഒരു കണ്ണുനീര് എന്താണ്, അവളുടെ കണ്ണിൻ്റെ ഒരു കോർണറിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയാണ് എന്ത്,
നമ്മുടെ ആ ഒരു സ്റ്റോറി വരുന്നത്. കണ്ടോ, അനുപമ ടീച്ചർ കവിതയെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, കുട്ടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി വരുന്നത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.